ബെല്ലടി ശബ്ദം എത്ര നാളായല്ലേ കേട്ടിട്ട്. ആ പ്രയർ ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക്? നമ്മുടെ ആ സ്കൂൾ മിസ് ചെയ്യുന്നുണ്ടല്ലേ? ആ ക്ലാസ് മുറികളും കോറി വരച്ചിട്ട ബെഞ്ചും ഡെസ്കും പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്നേഹനിധികളായ അധ്യാപകരെയും എല്ലാം മറന്നോ? കളിയും ചിരിയും തമാശകളും രസമായിരുന്നു അല്ലേ? മടുത്തോ കൂട്ടുകാരെ? ഇന്നത്തെ ദിവസം ഏതെന്നറിയോ നിങ്ങൾക്ക്? ലോക മാനസികാരോഗ്യ ദിനം. നമ്മുടെ പ്രയാസങ്ങൾ തീർക്കാൻ ഇന്ന് ആരാ വരുന്നതെന്നോ? കോട്ടക്കൽ ആയുർവേദ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ മുഹമ്മദ് സഫീർ സർ. കേൾക്കണ്ടേ നമുക്ക്? ചാപ്പനങ്ങാടി PMS ഹയർ സെക്കൻഡറി സ്കൂളിലെ റേഡിയോ വൈസ് ശ്രോതാക്കളായ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഒക്ടോബർ 10. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമോ? ഇന്ന് ലോക മാനസികാരോഗ്യ ദിനമാണ്. എല്ലാ വർഷവും ലോക മാനസികാരോഗ്യ ദിനം നാം കൊണ്ടാടാറുണ്ടെങ്കിലും ഇത്തവണത്തെ ലോക മാനസികാരോഗ്യ ദിനത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് ലോകത്തിന്നേ വരെ കാണാത്ത രീതിയിൽ ലോകത്തെ വലിയ ഭൂരിപക്ഷം ആളുകളും മാനസികമായിട്ട് പല രീതിയിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം, കോവിഡ് എന്ന രോഗവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ വീടുകളിലെ നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികളായിരിക്കുന്ന ആളുകള്, നിങ്ങളുടെ മുതിർന്ന ആളുകളായിരിക്കുന്ന കോളേജുകളിൽ പഠിക്കുന്ന ആളുകളുണ്ടാവാം, അതുപോലെ ജോലി അന്വേഷിക്കുന്ന ആളുകള്, അതുപോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളായുള്ള ആളുകള്, അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലിരുണ്ടാവുന്ന മുതിർന്ന ആളുകള്, അങ്ങനെ അവരൊക്കെ പല രീതിയിലുള്ള ടെൻഷനും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഉള്ള വിഷമം ഒരുപക്ഷെ നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, കൂട്ടുകാരെ കാണാൻ പറ്റുന്നില്ല, മാഷുമാരെ ടീച്ചേഴ്സിനെ കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ സ്കൂളിൽ സ്പെൻഡ് ചെയ്തിരുന്ന വളരെ മനോഹരമായിട്ടുള്ള കുറെ സമയം ഉണ്ടായിരുന്നു, അതൊന്നും നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നില്ല. സ്കൂളുകളിലേക്ക് യാത്ര, തിരിച്ചുള്ള യാത്ര, എന്ത് മനോഹരമായിരുന്ന കുറെ സമയങ്ങളായിരുന്നു നിങ്ങൾക്ക് കഴിഞ്ഞു പോയെന്ന് ഒരുപക്ഷെ ഇപ്പോഴാവും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ആ നഷ്ടപ്പെടുന്ന ഒരു സമയത്തിനെ കുറിച്ച്, അവസ്ഥകളെ കുറിച്ചൊക്കെയുള്ള വിഷമം നിങ്ങൾക്ക് ഉണ്ടാവാം. അതുപോലെ നിങ്ങളുടെ മുതിർന്ന ആളുകൾക്കാണെങ്കിൽ അവർക്ക് കോളേജിൽ പോകാൻ പറ്റാത്ത ചേട്ടന്മാര്, ചേച്ചിമാര്, ജോലിക്ക് അന്വേഷിക്കുന്ന സമയത്ത് ജോലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, ജോലി ചെയ്തുകൊണ്ടിരിക്കെ പലപ്പോഴും ജോലി സ്ഥലത്ത് നിന്ന് മടങ്ങി ജോലി നഷ്ടപ്പെടുന്ന ആൾക്കാർ, അങ്ങനെ പല രീതിയിൽ. പിന്നെ മുതിർന്ന ആളുകൾക്ക് അവരെപ്പോഴും കേൾക്കുന്നു പ്രായമുള്ള ആളുകൾക്ക് കോവിഡ് വേഗം വരും എന്നൊക്കെ അല്ലേ. അപ്പൊ അവരൊക്കെ അത് കേൾക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന പേടി, അങ്ങനെ എല്ലാ ആളുകളും പല രീതിയിലുള്ള ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും ഒന്നല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ രീതിയിലുള്ള ചെറിയ ചെറിയ വിഷമങ്ങളോ പേടികളോ. ചില ആളുകൾക്ക് ഭയങ്കര പേടിയായിരുന്നു അല്ലെ. കോവിഡ് വന്നതിന് ശേഷം പുറത്തു പോകാത്ത ആളുകൾ, പുറത്തു പോകുമ്പോൾ സാനിറ്റൈസർ ഒക്കെ ഇട്ട് മാത്രം പുറത്തു പോയി വളരെ സൂക്ഷിച്ച് തിരിച്ചു വന്ന്, എന്നാലും കോവിഡ് വരുമോ കൊറോണ നമ്മുടെ കൂടെ വരുമോ എന്നൊക്കെ പേടിക്കുന്ന ആളുകളുണ്ടായിരുന്നു അല്ലെ. അങ്ങനെ പല രീതിയിലാണ് നമ്മള് ഈ സമയത്ത്, കോവിഡിന്റെ സമയത്ത് നമ്മള് കാര്യങ്ങൾ നോക്കി കണ്ടത് അല്ലെ. കൂട്ടുകാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഓരോ ആളുകളും ഓരോ രീതിയിലായിരിക്കും കോവിഡ് വന്ന ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നോക്കിക്കണ്ടത്. ചില ആളുകൾക്ക് പ്രത്യേകിച്ച് ഇതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സ്കൂൾ തുറക്കും, വീണ്ടും കൂട്ടുകാർ ഒരുമിച്ചിരിക്കും. ചില ആളുകൾക്ക് കുറെ കാലത്തിന് ശേഷമാണ് എന്റെ ഗൾഫിലുണ്ടായിരുന്ന ഉപ്പ നാട്ടിൽ വരികയും തിരിച്ചു പോകാൻ പറ്റാതിരിക്കുകയും ഒരുപാട് നാള് ഉപ്പയുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുകയും ചെയ്തു. അങ്ങനെ പല രീതിയിലാണ് അല്ലെ നമ്മൾ പല ആളുകളും ഇത് കാണുന്നത് അല്ലെ.
എന്നാലും സ്കൂൾ നഷ്ടപ്പെടുന്നതിൻ്റെതായ വിഷമങ്ങളുകാരുടെ അടുത്ത് കളിക്കാൻ പോകാൻ പറ്റാത്തതിന്റെ വിഷമം, നമ്മൾ കളിച്ചിരുന്ന മൈതാനങ്ങളിലൊക്കെ കാണുന്ന സമയത്ത് ഓർക്കുന്ന സമയത്തൊക്കെ തന്നെ വിഷമാണ്. ഇപ്പൊ ആരും വരുന്നില്ല, കളിക്കാൻ കൂടുന്നില്ല, അല്ലെ? ഇത്തരം പല രീതിയിലുള്ള സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, അല്ലെ? ഈ അവസ്ഥയില് ഓരോ ആളുകളും അനുഭവിക്കുന്ന വിഷമങ്ങൾ വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞല്ലോ, ചില ആളുകൾക്ക് ആലോചിച്ച് നോക്കും, മദ്രസയിൽ പോയിരുന്ന ആളുകളാണെങ്കിൽ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു, 7 മണിക്ക് മദ്രസയിൽ പോകുന്നു, 9 മണിക്ക് തിരിച്ചു വരുന്നു, 10 മണിക്ക് സ്കൂളിൽ പോകുന്നു. സ്കൂൾ മുതലുള്ള ആളുകൾ എല്ലാവരും 9 മണി മുതൽ 10 മണി വരെ സ്കൂളിലേക്ക് യാത്ര, 10 മണിക്ക് സ്കൂള്, 4 മണിക്ക് സ്കൂൾ കഴിയുന്നു, അത് കഴിഞ്ഞ് വീട്ടിലെത്തുന്നു, കളിക്കാൻ പോകുന്നു, അത് കഴിഞ്ഞ് രാത്രി നമ്മൾ ഹോംവർക്ക് ചെയ്യുന്നു, അല്ലെ? പിറ്റേ ദിവസം വീണ്ടും സ്കൂളിൽ ചെയ്യുന്നു. നമ്മുടെ ഒരു ജീവിതത്തിന് ഒരു ചിട്ട ഉണ്ടായിരുന്നു, അല്ലെ? ഇപ്പൊ പലപ്പോഴും നമുക്ക് ആ ചിട്ടകളൊക്കെ നഷ്ടപ്പെട്ടു. രാവിലെ എഴുന്നേൽക്കുന്ന സമയം പ്രത്യേകിച്ച് അങ്ങനെ ഒരു നിബന്ധനകളും ഇല്ല. ഓൺലൈൻ ക്ലാസ് ഉള്ളത് കൊണ്ട് എപ്പോഴാണ് ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നത് ആ സമയത്ത് ക്ലാസ്സിലെ ടീച്ചർ റിപ്പോർട്ട് ചെയ്യേണ്ടതായുള്ളതുകൊണ്ട് ആ സമയത്ത് എഴുന്നേൽക്കും. ചില മിടുക്കന്മാരൊക്കെ എന്ത് ചെയ്യും, റിപ്പോർട്ട് ചെയ്തിട്ട് വീണ്ടും പോയി കിടന്നുറങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട്, അല്ലെ? നമ്മൾ പല തരത്തിലുള്ള പല കുട്ടികളും നമ്മുടെ അടുത്ത് അവരുടെ രസകരമായ അനുഭവങ്ങൾ പറയാറുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയി, ഭയങ്കര ടെൻഷനാണ്. ഈ ഓൺലൈൻ ക്ലാസ് ആദ്യമൊക്കെ നല്ല രസമായിരുന്നു, പക്ഷെ ഇപ്പൊ ഒട്ടും രസമില്ല. നമ്മളെന്നും ഈ മൊബൈലിന്റെ മുമ്പില്, ടിവിയുടെ മുമ്പില്, വിക്ടേഴ്സ് ചാനലിന് മുമ്പില്, അതല്ലെങ്കിൽ ലാപ്ടോപ്പിന് മുമ്പില് ഈ ക്ലാസ്സുകളൊക്കെ കേട്ട് ഇപ്പം ഭയങ്കര മടുപ്പ് തോന്നുന്നവര്, അതുപോലെ നെറ്റ് കിട്ടാത്ത ആളുകള്, നമ്മളുടെ പല വീടുകളിലും നെറ്റ്വർക്ക്, മൊബൈൽ നെറ്റ്വർക്ക് ഒന്നും വേണ്ട രീതിയിൽ കിട്ടാത്ത ആളുകള്, അങ്ങനെ അതിന്റെയൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്ന പല രീതിയിലുള്ള ആളുകളുണ്ട്, അല്ലെ? അപ്പോ നിങ്ങൾ ഈ വിഷമകരമായ സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ അധ്യാപകരുമായി പങ്കുവെക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ പല ആളുകളും വൈകുന്നേരം സ്ഥിരമായി കളിക്കാൻ പോയിരുന്ന ആളുകൾക്ക് കളിക്കാനുള്ള സ്ഥലം അവിടെ ആരും വരുന്നില്ല, കൂട്ടുകാരെ കിട്ടുന്നില്ല, അങ്ങനെ പല വിഷമങ്ങൾ. വൈകുന്നേരം സമയത്തായിരിക്കും ചില സമയത്ത് ക്ലാസ്സുകൾ വരുന്നത്, ഹോംവർക്കുകൾ ചെയ്യണം ഒക്കെ പറയുന്നത് വൈകിട്ടായിരിക്കും. അപ്പൊ നമുക്ക് പൊതുവെ നേരത്തെ ഉണ്ടായിരുന്ന സമയത്ത് 10 മണി മുതൽ 4 മണി വരെ മതിയായിരുന്നു. പക്ഷെ ഈ ഓൺലൈൻ ആയ സമയത്ത് എപ്പോഴാ ക്ലാസ് എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ക്ലാസ് നടത്തുന്ന പല സ്കൂളുകളുണ്ട്. അതുപോലെ വൈകിട്ട് കളിക്കുന്ന സമയത്തായിരിക്കും അവർക്ക് ക്ലാസ്സോ ഹോംവർക്കുകളൊക്കെ വരുന്നത്. അതിന് നമ്മുടെ ഈ ഒരു ക്രമം തെറ്റിപ്പോയ ഒരു സാഹചര്യത്തിലൂടെയാണ് പലരും കടന്നു പോകുന്നത്. അങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പല ആളുകൾക്കും പല രീതിയിലാണ് ഈ കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന വിഷമങ്ങൾ പറയാനുള്ളത്. വളരെ ചെറിയ ഒരു കൂട്ടം ആളുകൾക്കെങ്കിലും അത് സന്തോഷമാണ്, ചെറിയ കൂട്ടം ആളുകൾക്ക് അത് വിഷമാണ്, ചെറിയ കൂട്ടം ആളുകൾക്ക് ഇതൊന്നും പ്രത്യേകിച്ച് പ്രശ്നമില്ലാത്ത ആളുകളുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അവരുടെ സങ്കടം അവർക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അവര് ഭയങ്കര ഗ്ലൂമിയായി, അവര് സംസാരിക്കുന്നില്ല. ഇപ്പോ നേരത്തെ അവർ വാട്സപ്പിലൊക്കെ മെസ്സേജൊക്കെ അയക്കാറുണ്ടായിരുന്നു, ഇപ്പൊ മെസ്സേജുകളൊന്നും അയക്കാറില്ല, ഇപ്പൊ വിളിക്കാറില്ല. വിളിച്ചാൽ തന്നെ സങ്കടങ്ങളാണ് എപ്പോഴും, വീട്ടിലെ സങ്കടങ്ങള്, പിന്നെ അവരുടെ തന്നെ അവളുടെ തന്നെ സങ്കടങ്ങള്, അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ അവരെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അവർക്ക് പലപ്പോഴും അവർ തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ ആകെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, ഞാൻ വീട്ടിലൊക്കെ തന്നെയാണ്, ആളുകൾ കുറെ പേരൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ എന്തോ ആൾക്കൂട്ടത്തിലാണെങ്കിലും ആൾക്കൂട്ടത്തിൽ തനിയെ നിങ്ങൾ കേട്ടിട്ടില്ലേ, അതുപോലെ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, എനിക്ക് കൂട്ടിന് ആരുമില്ല, എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സാണ്, അവരുമായിട്ട് എനിക്ക് കൂടാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവാം. അത്തരം ആളുകൾ ഒരുപക്ഷെ അവര് ജീവിത ലക്ഷ്യം തന്നെ ലക്ഷ്യമൊന്നും നഷ്ടപ്പെടുകയും നിരാശയും അതുപോലെ എന്നെ ആരും സഹായിക്കാനില്ല എന്നുള്ള തോന്നലും, അത്തരം തോന്നലുകളൊക്കെ പലപ്പോഴും നമ്മുടെ കൂട്ടുകാരെ വേണ്ടാത്ത പല ചിന്തകളിലേക്കും വേണ്ടാത്ത പല കാര്യങ്ങളും കടുങ്കൈകളും ചെയ്യാൻ പോലും അവരെ പ്രേരിപ്പിച്ചേക്കാം. അപ്പൊ നമ്മൾ ഇത്തരം ആളുകളൊക്കെ തിരിച്ചറിയുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അവരെ നമ്മൾ പിന്തുണയ്ക്കുകയും ചെയ്യണം. അപ്പോ ഇനി നമ്മളിൽ തന്നെ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കാര്യം തോന്നുന്നുണ്ടെങ്കിലോ, എന്തിനാ ജീവിച്ചിട്ട്, എന്തൊരു കഷ്ടമാണ്, എന്തൊരു കാലമാണിത്, എന്തൊരു കോവിഡ് കാരണം എന്തൊരു ബുദ്ധിമുട്ടാണ്, ഞാനും എന്റെ വീട്ടുകാരും എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ
തോന്നലുകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലോ തീർച്ചയായും ഇത്തരം സമയത്ത് നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയണം. നിങ്ങളുടെ ടീച്ചേഴ്സിനോട് തുറന്നു പറയാം. നിങ്ങൾക്ക് അവിടെ ഒന്നും പരിഹാരം കിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവര് നിർദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള ഡോക്ടർമാരുടെ സഹായം തേടാവുന്നതാണ്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത്, എല്ലാ ആളുകൾക്കും നമ്മളുടെ ഹെൽത്തി ആയി ജീവിക്കണമെങ്കിൽ ശാരീരിക ആരോഗ്യം ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് ഒട്ടും ടെൻഷൻ ഇല്ലാത്ത വളരെ ഹെൽത്തി ആയിരിക്കുന്ന ഒരു മാനസികമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാകുന്നത്. ഈ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ഒരു വലിയ മാനസിക രോഗം എന്നൊന്നും അല്ല നിങ്ങൾ ധരിക്കേണ്ടത്. നമ്മൾക്ക് ഉണ്ടാകുന്ന ചെറിയ വിഷമങ്ങളും സങ്കടങ്ങളും പോലും നമ്മളുടെ നല്ല മാനസികാരോഗ്യത്തിന്റെ ലക്ഷണങ്ങളല്ല. നല്ല മാനസികാരോഗ്യം ഉണ്ടാകുന്ന സമയത്ത് അവരിൽ നിന്ന് വളരെ ക്രിയേറ്റീവ് ആയിട്ടിരിക്കുന്ന, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, വളരെ നല്ല രീതിയിലുള്ള ചിന്തകൾ. ഇത്തരം കാര്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യത്തോടെ പറയുന്നത് നിങ്ങൾക്കറിയാമോ? കാരണം നിങ്ങളെല്ലാവരും ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ്. നിങ്ങളെല്ലാവരും ഈ രാജ്യത്തിന്റെ സമ്പത്ത് മറ്റ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉള്ള പോപ്പുലേഷൻ, യങ് പോപ്പുലേഷൻ എന്ന് പറയുന്ന നിങ്ങൾ അടങ്ങുന്ന യുവതലമുറ, ഇനി വരുന്ന തലമുറയാണ്. നിങ്ങളുടെ കയ്യിലാണ് ഈ രാജ്യത്തിന്റെ ഭാവി. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും നിങ്ങളുടെ ഇന്നോവേറ്റീവ് ഐഡിയാസും അതുപോലെ നിങ്ങളുടെ എന്തൂസിയാസും ഒക്കെയാണ് ഈ രാജ്യം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും ഈ രാജ്യത്തിന് വേണ്ടി കൊടുക്കേണ്ട വലിയൊരു ദൗത്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ദൗത്യം തിരിച്ചറിയുകയും അതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യേണ്ട ഒരു വലിയ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് നമ്മളെല്ലാവരും നിന്ന് തിരിച്ചറിയാം. ആ തിരിച്ചറിവിലേക്ക് എത്താൻ അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് തീർച്ചയായും നല്ല മാനസികാരോഗ്യം, നല്ല ഹെൽത്തി ആയിരിക്കണം, മനസ്സുകൊണ്ട് സ്ട്രോങ് ആയിരിക്കണം. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ പറ്റാതെ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സഹായം തേടണം. നിങ്ങളുടെ സുഹൃത്തുക്കളോ അധ്യാപകരോ അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ഡോക്ടേഴ്സോ ആയ ആളുകളുടെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. എല്ലാവർക്കും നല്ല മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും നിലനിർത്തി കോവിഡൊക്കെ കഴിഞ്ഞ് നമുക്ക് വീണ്ടും നമ്മുടെ വിദ്യാലയത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു നല്ല ദിവസം ഉടനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. JRC റേഡിയോ വൈറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.